ഇന്നൊരു കടല കറി വെച്ചാലോ? അതിനായി കടലതാ കൊവുത്ത് വെള്ളത്തിലിട്ട് 6-7 മണിക്കൂർ 8 മണിക്കൂറോളം കൊവുത്തതാണ്. രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് രാവിലെ എടുക്കുന്നതാണ് കൊവുത്ത്. ഇനി അതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടലക്കറി കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കടല ഇവിടെ ഇരിക്കട്ടെ. ഇനി അതിന് വേണ്ടുന്ന എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു നല്ല വലിപ്പത്തിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 വലിയ പച്ചമുളകാണ്. ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെക്കും. ഇതൊന്ന് നല്ല വശണ്ട് വരണം കേട്ടോ. നല്ല ഒന്ന് വേവണം. നല്ല ഈ വെള്ളമൊന്നും ഒഴിക്കില്ല. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് ഇടുന്നത്. സവാളയിൽ വെള്ളമെല്ലാം ഉണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി തക്കാളിയിൽ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് അതാണ് രുചി. ഇങ്ങനെ ഇടുമ്പോഴാണ് രുചി. ഇങ്ങനെ പെട്ടെന്ന് വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കില്ല. എല്ലാം കൂടെ അതിലിട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം എന്ന് വിചാരിച്ചു. നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. കുറച്ച് നേരം നല്ല ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് സിമ്മിൽ വെച്ച് അടച്ച് വെച്ച് വേണം ഇത് വേവിക്കും. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി ഉണ്ടോ, നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നല്ല വേവണ്ട. അതിലേക്ക് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. നല്ല വശണ്ട് വന്നിട്ടില്ല, ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലക്കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. 1 സ്പൂൺ മതി, പച്ചമുളക് ഇട്ടതുകൊണ്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനിട്ടാൽ മതി മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി 1 സ്പൂണ്. മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി വയ്ക്കാം. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ല ഒരു മണവും ടേസ്റ്റിയാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വശട്ടിയിട്ട് ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്തിട്ടില്ല, അതും കൂടെ ചേർത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇങ്ങനെ വേവാതെ നല്ല വേവാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, മീതെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇട്ടത്. എങ്കിലാണ് അതിനൊരു നല്ലൊരു ടേസ്റ്റും രുചിയും ഉണ്ടാകുന്നത്. കടലത ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇനി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിക്കാം. ഇതിവിടെ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒരു പിസിലൂടെ കേൾപ്പിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ നല്ല കുതിർത്ത് വേവിച്ചത് കൊണ്ട് കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിലേക്കിട്ട് ഒരു പിസിലൂടെ കേൾപ്പിച്ചെടുക്കാം. എങ്കിൽ മാത്രമാണ് ആ ഉരുളക്കിഴങ്ങും അതിൻ്റെയൊക്കെ ഒരു രുചിയെല്ലാം പിടിച്ച് വരുള്ളൂ. ആ സവോളയിൽ എല്ലാം ഒറ്റ പിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പോൾ അത് തയ്യാറാവും. ഇവിടെ പിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഇനി തണുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കടലക്കറി തുറന്ന് നോക്കാം. ഇവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്ന് ഇനി ഇത് തിളപ്പിക്കുക ഒന്നും വേണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല, തിളപ്പിക്കില്ല. ഒന്ന് ചൂടാക്കി വയ്ക്കുക. ഇതിപ്പോൾ കുക്കറായതുകൊണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. ഇതിലേക്ക് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയോണം. അത് കണക്കാക്കി ഉപ്പിട്ടോണം. ഓരോരുത്തരുടെ ഉപ്പ് കറക്റ്റ് കൂടുതലും കുറവുമാണല്ലോ. ഇവിടെ റെഡി ആയിട്ടുണ്ട് കടലക്കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.